ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മാർക്കറ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത്, അതായത് ഇൻവെസ്റ്റ് ചെയ്യുന്നവർ തീർച്ചയായും ഒഴിവാക്കേണ്ട 8 അബദ്ധങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്. നമ്മളിൽ ഒരുപാട് പേര് ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്ത് ഏകദേശം അതിൻ്റെ ഒരു അവസാന ഘട്ടങ്ങളിൽ എത്തിയിട്ടുള്ള ആളുകളും ഉണ്ടാവും അല്ലേ. അപ്പോൾ പലപ്പോഴായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ തുക അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത തുകയുടെ നിങ്ങൾ വിചാരിച്ച രീതിക്കുള്ള റിട്ടേൺസ് പലപ്പോഴും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല അല്ലേ. അതിന് പല പല കാരണങ്ങളുണ്ട്. അതിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ട 8 കാരണങ്ങൾ നമ്മൾ ഈ പറയുന്നതിൽ 1, 2, 3 കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തിട്ടുണ്ടാകും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്തത് വഴി നിങ്ങൾക്ക് നല്ല രീതിക്കുള്ള റിട്ടേൺസ് ഉണ്ടാക്കാൻ പറ്റാതെ വന്നത് അല്ലേ. അപ്പം നമ്മൾ ആ കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. സോ നിങ്ങൾ ഈ 8 കാര്യങ്ങൾ അവഗണിക്കുക, അല്ലെങ്കിൽ ഈ 8 കാര്യങ്ങൾ ഒഴിവാക്കുന്നതിലൂടെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ജേണി നിങ്ങൾക്ക് കൂടുതൽ മെച്ചപ്പെടുത്താനും അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ റിട്ടേൺസ് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും മുഴുവനായിട്ടും അതുപോലെ തന്നെ ശ്രദ്ധിച്ചും കാണണം. കാരണം അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 8 ഇൻവെസ്റ്റ്മെൻറ്റ് മിസ്റ്റേക്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, ഇപ്പം നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, ഫസ്റ്റ് തന്നെ നമുക്കൊരു ചെറിയൊരു സ്ലൈഡ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. അതായത് ചെറിയൊരു മിസ്റ്റേക്ക് ഒരു ഭാഗത്തുനിന്ന് സംഭവിക്കുന്നത് വഴി ആ മിസ്റ്റേക്ക് എല്ലാ ഭാഗത്തേക്കും വരുന്നു അല്ലേ. അതായത് നിങ്ങളുടെ ഇൻവെസ്റ്റ് ചെയ്യുമ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഇവിടെ നടത്തിയാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഓവറോൾ വലിയൊരു റിട്ടേണിനെ അത് ശക്തമായിട്ട് ബാധിക്കും എന്നുള്ള കാര്യമാണ് നമ്മൾ ഇവിടെ കാണിച്ചത് അല്ലേ. ഈ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കുന്നതിലൂടെ നിങ്ങൾ കരുതുന്ന അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ച എക്സ്പെക്റ്റഡ് റിട്ടേൺ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു മച്യൂരിറ്റി ഡേറ്റ് ആവുമ്പം അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മച്യൂർ ആവുന്ന ഒരു ടൈം പീരീഡിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മളുടെ കോൺസെപ്റ്റ് അല്ലെങ്കിൽ നമ്മളുടെ ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. വൈ അവോയ്ഡിങ് ഇൻവെസ്റ്റ്മെൻറ്റ് മിസ്റ്റേക്സ് മാറ്റർ. എന്തുകൊണ്ടാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് മിസ്റ്റേക്സ് ഒഴിവാക്കണമെന്ന് പറയുന്നതിൻ്റെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അല്ലേ. മിസ്റ്റേക്സ് ക്യാൻ ഡിസ്ട്രോയ് ഇയേഴ്സ് ഓഫ് സേവിങ്സ് ആൻഡ് റിട്ടേൺസ്. അതായത് നിങ്ങൾ ചെയ്യുന്ന ചെറിയ മണ്ടത്തരങ്ങൾ അല്ലെങ്കിൽ തെറ്റുകൾ നിങ്ങൾ ഒരുപാട് വർഷക്കാലയളവിൽ നിങ്ങൾ സേവ് ചെയ്ത എന്താ പറയുക മണീനെ കാര്യമായി ബാധിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ റിട്ടേൺസ് നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റിനെ ശക്തമായിട്ട് ബാധിക്കും അല്ലേ, ഈ തെറ്റുകളൊക്കെ ചെയ്താൽ. റെക്കഗ്നൈസിങ് പിറ്റ്ഫാൾസ് ഹെൽപ്പ് യു ഇൻവെസ്റ്റ് വൈസ്ലി ആൻഡ് കോൺഫിഡൻറ്റ്. അതായത് എന്താ പറയുക, റെക്കഗ്നൈസിങ് പിറ്റ്ഫാൾസ്, ചില കുഴികൾ അല്ലെങ്കിൽ ചതിക്കുഴികൾ, പല പ്രശ്നങ്ങളും അല്ലെങ്കിൽ പല പ്രോബ്ലംസും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വന്നേക്കാം അല്ലേ. അപ്പോൾ ആ വരുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ എങ്ങനെ തരണം ചെയ്യണം അതൊക്കെ മനസ്സിലാക്കുന്നിടത്താണ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താ പറയുക ഇൻവെസ്റ്റ്മെൻറ്റ് വിജയിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ നടത്തിയ നിക്ഷേപം നിങ്ങൾക്ക് ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള റിട്ടേൺസ് തരിക അല്ലേ. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത് 8 കോമൺ മിസ്റ്റേക്സ് ആണ്. ആക്ഷണബിൾ ടിപ്സും നമ്മൾ പറഞ്ഞു തരുന്നുണ്ട് അല്ലേ. ഈ മിസ്റ്റേക്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട പല ടിപ്സുകളും നമ്മൾ ഓരോ എന്താ പറയുക മിസ്റ്റേക്സിലും നമ്മൾ പറയുന്നുണ്ട്. സോ ഇതൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. നിങ്ങളൊരു നിങ്ങളുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്ന ആളാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ ഒരു 30 to 35 ഇയേഴ്സ് ഒക്കെ ഏജ് ഉള്ള ഒരാളാണെങ്കിലോ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് നമ്മളുടെ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് അല്ലേ. അവയർനെസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടു സക്സസ്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ സംസാരിക്കുന്നത് ലാക്ക് ഓഫ് ക്ലിയർ ഇൻവെസ്റ്റ്മെൻറ്റ് ഗോൾസ് ആണ്. അതായത് വ്യക്തമായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഗോൾസ് നിങ്ങൾക്കില്ല എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. Investing without a goal is like driving without knowledge where to go. You might waste resources, time and effort. അതായത് നിങ്ങളിപ്പോൾ ഒരു കാർ ഓടിക്കുകയാണ് അല്ലേ. നിങ്ങളിപ്പോൾ ഒരു കാർ ഓടിക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം. ഒരു ലക്ഷ്യവും ഇല്ലാതെയാണ് നിങ്ങൾ കാർ ഓടിക്കുന്നത് എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സമയം അവിടെ കളയുകയാണ്, നിങ്ങളുടെ റിസോഴ്സ് നിങ്ങളുടെ കാറിനെ വെറുതെ യൂട്ടിലൈസ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾ എന്താ പറയുക പെട്രോളിന് വേണ്ടിയിട്ട് നിങ്ങൾ കൊടുക്കുന്ന ഒരുപാട് കോസ്റ്റുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ ആ കാറിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടി നിങ്ങൾ ചിലവാക്കുന്ന പല കോസ്റ്റുകൾ ഉണ്ടാവും അല്ലേ. അതെല്ലാം നിങ്ങൾ വെറുതെ കളയുന്നത് പോലെയാണ്. സോ നിങ്ങൾ ഒരു കൃത്യമായിട്ടുള്ളൊരു ലക്ഷ്യമില്ലാതെയാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എങ്കിൽ ഈ കാറിൻ്റെ ഇതേ കേസ് തന്നെ നിങ്ങൾക്ക് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് മിസ്റ്റേക്സിലും നിങ്ങൾക്ക് ഉൾക്കൊള്ളിക്കാം അല്ലേ. സോ നിങ്ങൾ വ്യക്തമായിട്ടുള്ളൊരു ലക്ഷ്യം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഗോൾസ് ഹെൽപ്പ് മെഷർ സക്സസ് ആൻഡ് കീപ് യു ഡിസിപ്ലിൻഡ്. ക്ലിയർ ഗോൾസ് ഹെൽപ്പ് യു ഡിഫൈൻ ദ പർപ്പസ് ഓഫ് യുവർ ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ ഒരു കൃത്യമായിട്ടുള്ള
ഒരു ലക്ഷ്യം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ചിലപ്പോൾ അത് നിങ്ങളുടെ റിട്ടയർമെൻറ്റിനെ കൂടുതലായിട്ട് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടായിരിക്കും അല്ലേ. അതായത് നിങ്ങളുടെ അവസാന കാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് ശക്തമായിട്ടുള്ള ഒരു റിട്ടേൺസ് നിങ്ങൾക്ക് കിട്ടിയിട്ട് ആ ഒരു രീതിക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ ചിലപ്പം നിങ്ങളുടെ കോർപ്പസ് അല്ലെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ റിട്ടയർമെൻറ്റിനെ പറ്റിയിട്ട് നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതായത് എങ്ങനെയൊക്കെ റിട്ടയർമെൻറ്റ് ഏർലി സ്റ്റേജിൽ തുടങ്ങാം, ഏതൊക്കെ രീതിയിൽ തുടങ്ങണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആ വീഡിയോയിൽ സംസാരിച്ചത് അല്ലേ. അതായത് ഒരു ഏർലി സ്റ്റേജിൽ നിങ്ങൾ റിട്ടയർമെൻറ്റ് പ്ലാൻ ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളൊരു ലേറ്റ് സ്റ്റേജ്, അതായത് ജീവിതത്തിൻ്റെ ഒരു അവസാന ഘട്ടങ്ങളിലാണ് നിങ്ങൾ നിങ്ങളുടെ എന്താ പറയുക റിട്ടയർമെൻറ്റ് പ്ലാനിങ് ചെയ്യുന്നത് എങ്കിലോ നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ആ വീഡിയോയിൽ സംസാരിച്ചത്. ബൈയിങ് എ ഹൗസ് ഓർ ബിൽഡിംഗ് ജനറേഷണൽ വെൽത്ത്, അതായത് നിങ്ങളൊരു വീട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ജനറേഷൻ, നിങ്ങളുടെ ഒരു തലമുറക്ക് അല്ലെങ്കിൽ കുറേ തലമുറകൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ വെൽത്ത് കെട്ടിപ്പടുത്തുന്നത് എങ്കിൽ എന്നൊക്കെയുള്ള രീതിയിലാണ് നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് മനസ്സിൽ ഉണ്ടായിരിക്കണം. അതാണ് നമ്മൾ പറയുന്നത് ലാക്ക് ഓഫ് ക്ലിയർ ഗോൾസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻ്റ് എന്ന് അല്ലേ. അടുത്ത് നമുക്ക് നോക്കാം ലീഡ്സ് ടു ബെറ്റർ പ്ലാനിങ് ഫോർ റിട്ടയർമെൻറ്റ് എ ഹോം ഓർ വെൽത്ത് ഗ്രോത്ത്. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കാം. അതായത് ഇവിടെ നമുക്ക് ആക്ഷൻ ടിപ്സ് എന്ന് പറയുന്നത് എന്താണ്? സ്പെസിഫിക്, മെഷറബിൾ, അച്ചീവബിൾ, റെലവൻറ്റ് ആൻഡ് ടൈം ബൗണ്ട്. അതായത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ നിങ്ങൾ ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന, അളക്കാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ നടത്തണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമേ നടത്താവൂ. ഇപ്പോൾ നിങ്ങളൊരു മാസം ഒരു 2000 രൂപ നിക്ഷേപിച്ചിട്ട് ഒരു 10-30 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് 50 കോടി 60 കോടിയൊക്കെ വേണമെന്ന് പറയുന്നത് എന്താ പറയുക, ഒരു മെഷറബിൾ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അല്ല അല്ലേ. സോ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇതിൻ്റെ അനുപാതികമായിട്ടുള്ള റിട്ടേൺസേ നിങ്ങൾ കാണാൻ പാടുള്ളൂ അല്ലേ. അല്ലാണ്ട് ഒരു വലിയൊരു എന്താ പറയുക ഔട്ട് ഓഫ് ദ വേൾഡ് റിട്ടേൺ ഒന്നും കണ്ടിട്ട് യാതൊരു കാരണവശാലും നിങ്ങൾക്ക് അത് കിട്ടാൻ പോകുന്നില്ല. സോ അത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അടുത്തതാണ് ഇഗ്നോറിങ് ഡൈവേഴ്സിഫിക്കേഷൻ. ഡൈവേഴ്സിഫിക്കേഷൻ എന്താണെന്ന് വ്യക്തമായിട്ട് നമ്മൾ ഓൾറെഡി പല വീഡിയോയിലും സംസാരിച്ചതാണ് അല്ലേ. എന്താണ് ഡൈവേഴ്സിഫിക്കേഷൻ? ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ സ്പ്രെഡ് യുവർ ഇൻവെസ്റ്റ്മെൻറ്റ് അക്രോസ് ഡിഫറെൻറ്റ് അസറ്റ് ക്ലാസസ് റെഡ്യൂസിങ് റിസ്ക്. അതായത് നമുക്ക് ഒരുപാട് അസറ്റ് ക്ലാസ്സുകളുണ്ട് അല്ലേ. ഒരുപാട് അസറ്റ് ക്ലാസ്സുകൾ നിങ്ങൾ നിക്ഷേപിക്കുന്നതിലൂടെ നിങ്ങളുടെ റിസ്ക് കുറക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ കൂടുതലായിട്ടും ഡൈവേഴ്സിഫൈ ചെയ്യണമെന്ന് ആളുകൾ അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സും അല്ലെങ്കിൽ പല ഫൈനാൻഷ്യൽ അനലിസ്റ്റുകളൊക്കെ സംസാരിക്കുന്നത് അല്ലേ. റിലൈങ് ഓൺ എ സിംഗിൾ അസറ്റ് ക്ലാസ് ഇൻക്രീസസ് റിസ്ക്. ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമാണ് ചെയ്യുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് മാർക്കറ്റ് റിസ്കിന് വിധേയമാണ് അല്ലേ. സിസ്റ്റമാറ്റിക് റിസ്ക് ആണത്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് ഓവറോൾ എക്കോണമിനെ അല്ലെങ്കിൽ ഓവറോൾ ഷെയർ മാർക്കറ്റിനെ ബാധിക്കും. സോ അപ്പോൾ മാർക്കറ്റ് ശക്തമായിട്ട് വീഴാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ നിങ്ങൾ നിങ്ങളുടെ 100% വെൽത്തും നിങ്ങൾ കൊണ്ടുപോയി ഇക്വിറ്റിയിൽ നിക്ഷേപിച്ചാൽ തീർച്ചയായിട്ടും ഒരു കൊറോണ ലൈക്ക് അല്ലെങ്കിൽ ഒരു വാർ ലൈക്ക് സിറ്റുവേഷനൊക്കെ ഉണ്ടാകുമ്പോൾ വളരെ വലിയ രീതിയിലുള്ള എന്താ പറയുക ഒരു പാനിക് സെല്ലിംഗ് ഒക്കെ വന്നിട്ട് നിങ്ങളുടെ ഹ്യൂജ് ആയിട്ടുള്ള ഒരു നഷ്ടം വരാനുള്ള പോസിബിലിറ്റി അല്ലെങ്കിൽ ഒരു പ്രോബബിലിറ്റി ഉണ്ട്. സോ നിങ്ങൾ നിങ്ങളുടെ അസറ്റുകൾ കൊണ്ടുപോയിട്ട് നിങ്ങൾ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ മാത്രം നിക്ഷേപിക്കാൻ നോക്കാതെ ഇരിക്കുക. ഓക്കെ, ഡൈവേഴ്സിഫൈ ചെയ്യുക എന്നാണ് ഇവിടെ പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇഫ് യു ഓൺലി ഇൻവെസ്റ്റ് ഇൻ സ്റ്റോക്സ് ആൻഡ് ദ മാർക്കറ്റ് ക്രാഷസ് യുവർ എൻറ്റയർ പോർട്ട്ഫോളിയോ സഫേഴ്സ്. ബട്ട് ഇഫ് യു ഇൻക്ലൂഡ് ബോണ്ട്സ്, മ്യൂച്വൽ ഫണ്ട്സ് ഓർ റിയൽ എസ്റ്റേറ്റ് ദേ ക്യാൻ ബാലൻസ് ഔട്ട് ദ ലോസസ്. അതായത് നിങ്ങൾ ഫിക്സ്ഡ് ഇൻകം സെക്യൂരിറ്റീസ് ആയ ബോണ്ട്സിൽ, അതും അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സിൽ, അതും അല്ലെങ്കിൽ നിങ്ങൾ നല്ല റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടിയിലും കൂടി നിങ്ങൾ നിക്ഷേപിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നാൽ മറ്റ് പല അസറ്റ് ക്ലാസ്സുകളും നിങ്ങൾക്കത് ബാലൻസ് ചെയ്തിട്ട് നിങ്ങളുടെ റിസ്കിനെ നിങ്ങൾക്ക് മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, അല്ലെങ്കിൽ റിസ്ക് കുറക്കാൻ വേണ്ടിയിട്ട് പറ്റും അല്ലേ. ഡൈവേഴ്സിഫിക്കേഷൻ ആസ് ആൻ ഇൻഷുറൻസ് പോളിസി ഫോർ യുവർ പോർട്ട്ഫോളിയോ. അതായത് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു കാർ ഇൻഷുറൻസ് അല്ലെങ്കിൽ ഒരു ബൈക്ക് ഇൻഷുറൻസ് ഒക്കെ എടുക്കുന്ന പോലെ നിങ്ങൾക്ക് ഒരു പ്രൊട്ടക്ഷണൽ ഫീച്ചേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ശക്തമായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ടെക്നിക്കാണ് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, നല്ലൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഐഡിയൽ ഡൈവേഴ്സിഫിക്കേഷൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇക്വിറ്റീസ് ഹൈ റിട്ടേൺസ് തരുന്നതാണ്, ഹൈ റിസ്ക് ആണ്. നിങ്ങൾ ഒരു ഏർലി സ്റ്റേജ് ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ടോട്ടൽ കോർപ്പസിൻ്റെ ഒരു 50% നിങ്ങൾക്ക് ഇക്വിറ്റിയിലേക്ക് മാത്രമായിട്ട് നിക്ഷേപിക്കാം അല്ലേ. അതുപോലെ തന്നെ ഡെബ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് സ്റ്റേബിൾ ആയിരിക്കും, അതുപോലെ തന്നെ ലോ റിസ്ക് ആണ്, അതേപോലെ തന്നെ ലോ റിട്ടേൺസും ആണ് അല്ലേ. ഒരു 30% നിങ്ങൾക്ക് ഡെബ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സിലും നിങ്ങൾക്ക് നിക്ഷേപിക്കാം, റിയൽ എസ്റ്റേറ്റിൽ ഒരു 10% നിക്ഷേപിക്കാം, അതുപോലെ തന്നെ ഗോൾഡ് അല്ലെങ്കിൽ മറ്റ് പല കമ്മോഡിറ്റീസിലും നിങ്ങൾക്ക് 5 to 10% നിക്ഷേപിക്കാവുന്നതാണ്. ഓക്കെ, അടുത്തത് എന്താണ്? ടൈമിംഗ് ദ മാർക്കറ്റ്. നമ്മളിവിടെ നേരത്തെ കാണിച്ച അതേ സംഭവം തന്നെയാണ് അല്ലേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു പിക്ചർ കൂടി നോക്കിയിട്ട് നിങ്ങൾക്ക് നല്ല രീതിക്ക് സെലക്ട് ചെയ്യാം ഏതൊക്കെ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താമെന്ന് അല്ലേ. ഡൊമസ്റ്റിക് ഇക്വിറ്റീസ് ഉണ്ടല്ലേ, നമ്മുടെ ഇപ്പോൾ ഒരു കൺട്രി, നമ്മൾ ഇന്ത്യയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട
കമ്പനീസിൽ നിങ്ങൾക്ക് നിക്ഷേപിക്കുന്നതാണ് നമ്മൾ ഈ ഡൊമസ്റ്റിക് ഇക്വിറ്റീസിൽ ഈ ബ്ലൂ ലൈനിൽ അല്ലെങ്കിൽ ബ്ലൂ കളറിൽ നമ്മൾ കാണിച്ചിട്ടുള്ളത്. ഇന്റർനാഷണൽ ഇക്വിറ്റീസ് എന്ന് പറയുമ്പം നമ്മുടെ ഇന്ത്യക്ക് പുറമേയുള്ള പല രാജ്യങ്ങളിലുള്ള ടോപ്പായിട്ടുള്ള പല പല കമ്പനീസുകൾ ഉണ്ടാവും അല്ലേ. ഇപ്പോൾ അമേരിക്കയുടെ കേസൊക്കെ എടുക്കുകയാണെങ്കിൽ ഇപ്പം ടെസ്ല, ഫേസ്ബുക്ക്, ആമസോൺ, മെറ്റ, അതുപോലെ തന്നെ മറ്റ് പല മൈക്രോസോഫ്റ്റ് പോലെയുള്ള കമ്പനീസിൽ നിങ്ങൾക്ക് നിക്ഷേപിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡൊമസ്റ്റിക് ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ് ഉണ്ട്, ഫോറിൻ ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ് ഉണ്ട്, അതുപോലെ തന്നെ മറ്റ് പല ഓൾട്ടർനേറ്റീവ്സും ഉണ്ട് അല്ലേ. ഇതൊക്കെ നിങ്ങൾ കൃത്യമായിട്ടുള്ള രീതിയിൽ ബാലൻസ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ റിട്ടേൺസ് നിങ്ങൾക്ക് മാക്സിമം കൂട്ടാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മിസ്റ്റേക്കാണ് ടൈമിംഗ് ദ മാർക്കറ്റ് എന്ന് പറയുന്നത് അല്ലേ. അതായത് നമ്മൾ പ്രത്യേകമായിട്ട് ഒരു ടൈം ചെയ്യും മാർക്കറ്റിന്. അതായത് മാർക്കറ്റ് ഈ ഒരു സമയത്തായിരിക്കും നന്നായിട്ട് പെർഫോം ചെയ്യുക, അല്ലെങ്കിൽ മാർക്കറ്റ് ഈ ഒരു സമയത്തായിരിക്കും ഇനി വലിയ രീതിയിലുള്ളൊരു സെൽ ഓഫ് നടക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രീവിയസ്ലി നമ്മൾ ടൈം ചെയ്ത് വെക്കും. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റിന് ആർക്കും ടൈം ചെയ്യാൻ പറ്റില്ല അല്ലേ. മാർക്കറ്റ് ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിലാണ് മാർക്കറ്റ് ബോട്ടം ഔട്ട് ആയത്, അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിലാണ് മാർക്കറ്റ് ഏറ്റവും ടോപ്പ് ഹയസ്റ്റ് പോയിന്റിൽ നിൽക്കുന്നതെന്നും ആർക്കും പറയാൻ പറ്റില്ല. സപ്പോസ് നമ്മൾ പറയുകയാണെങ്കിൽ മാർക്കറ്റ് ബോട്ടം ഔട്ടായി നിൽക്കുന്നു, അപ്പോൾ ഇവിടുന്ന് വാങ്ങിക്കുന്നതായിരിക്കും എല്ലാം നല്ലത് എന്ന് പറഞ്ഞിട്ട് പല അനലിസ്റ്റുകളും പറയുന്നത് ഇത് നല്ലൊരു ബൈയിങ് സോൺ ആണെന്ന് പറയും. ദ നെക്സ്റ്റ് ഡേ ഇറ്റ്സെൽഫ് മാർക്കറ്റ് പിന്നെയും അടിച്ച് താഴോട്ടേക്ക് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടാവും അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ നിഫ്റ്റി ഇൻഡെക്സിലൊക്കെ പലപ്പോഴായിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് മാർക്കറ്റ് ഓൾ ടൈം ഹൈ അടിച്ച് നിൽക്കുന്നു. സോ പല ആളുകളും സെല്ല് ചെയ്തു അല്ലേ അവിടുന്ന്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ 2-3 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഓൾ ടൈം ഹൈനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ശക്തമായിട്ട് ഉയർന്നു പോകുന്നതൊക്കെ നമുക്ക് പലപ്പോഴായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. സോ നമുക്കൊരു പർട്ടിക്കുലർ പോയിന്റിൽ നമുക്ക് മാർക്കറ്റിനെ ടൈം ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് പറയുന്നത് അല്ലേ. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു SIP സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ വെച്ചിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യുക. ആ SIP മാർക്കറ്റ് ഉയരുകയാണെങ്കിലോ മാർക്കറ്റ് താഴെയാണെങ്കിലോ തീർച്ചയായിട്ടും നിങ്ങൾ ആ SIPയിൽ കണ്ടിന്യൂ ചെയ്യുക എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റിൽ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അല്ലേ. മാർക്കറ്റ് പ്രെഡിക്ഷൻസ് ഓഫൺ ഫെയിൽ ഡ്യൂ ടു അൺപ്രഡിക്റ്റബിലിറ്റി. ഇമോഷണൽ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ക്യാൻ ലീഡ് ടു ലോസസ്. അതായത് മാർക്കറ്റിന് പലപ്പോഴായിട്ടും ഇമോഷൻസ് ആണ് മാർക്കറ്റിന്റെ ഡയറക്ഷൻ കൺട്രോൾ ചെയ്യുന്നത്. അതാണ് നമ്മൾ തൊട്ട് മുമ്പ് സംസാരിച്ച കാര്യം എന്ന് പറയുന്നത് അല്ലേ. ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഔട്ട് പെർഫോംസ് ഷോർട്ട് ടേം സ്പെക്കുലേഷൻസ്. അതായത് നിങ്ങൾ ദീർഘകാല അടിസ്ഥാനത്തിലേക്ക് നിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുക. ഷോർട്ട് ടേം ഫ്ലക്ച്വേഷൻസ് ഷെയർ മാർക്കറ്റിൽ തീർച്ചയായിട്ടും സംഭവിക്കും. സോ നിങ്ങൾ അത് തീർച്ചയായിട്ടും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക. ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല നല്ല കമ്പനീസ് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ദീർഘകാല അടിസ്ഥാനത്തിലേക്ക് നിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അല്ലേ. നമ്മൾ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടിപ്പ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുന്ന SIP കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളത് തന്നെ അല്ലേ. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നെഗ്ലക്റ്റിംഗ് റിസർച്ച്. ഇപ്പോൾ പലപ്പോഴായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നമ്മളുടെ ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് ഇപ്പം പുതുതായിട്ട് വരുന്ന നൊവൈസ് ആയിട്ടുള്ള അല്ലെങ്കിൽ പുതിയ ഇൻവെസ്റ്റേഴ്സുകളൊക്കെ തീർച്ചയായിട്ടും പല റിസർച്ചുകളൊന്നും ചെയ്യാതെയാണ് പല കമ്പനീസിൽ കൊണ്ടുപോയിട്ട് അവരുടെ പണം നിക്ഷേപിക്കുന്നത്. പല ആളുകളെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഒരു പെന്നി സ്റ്റോക്ക് ആണ് എന്ന് കരുതിയിട്ട്, അതായത് പെന്നി സ്റ്റോക്ക് ആണ്, വില കുറവാണ്, നമുക്ക് ഒരുപാട് ഷെയർ വാങ്ങിക്കാമെന്നൊക്കെ കരുതിയിട്ട് കുറേ ആളുകൾ വലിയ തുക കൊടുത്തിട്ട് പെന്നി സ്റ്റോക്ക് ഒരുപാട് ഷെയർ വാങ്ങിച്ചു വെക്കും. അല്ലെങ്കിൽ ചെറിയ പ്രൈസുള്ള ഫണ്ടമെന്റലി നല്ല നല്ല സ്ട്രോങ് അല്ലാത്ത കമ്പനീസിന്റെ ഷെയറുകൾ കൂടുതലായിട്ട് വാങ്ങി വെക്കും. ഓക്കെ, കൂടുതൽ ഓണർഷിപ്പ് ഇവർക്ക് കിട്ടുമെന്ന് കരുതിയിട്ട് ഓണർഷിപ്പ് അവർക്ക് കൂടുതലായിട്ട് കിട്ടും. പക്ഷേങ്കിൽ കമ്പനീൻ്റെ ഫണ്ടമെന്റലൊക്കെ വളരെ മോശമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകാനുള്ള പോസിബിലിറ്റിയാണ് 95% ഉള്ളത്. സോ നല്ല നല്ല കമ്പനീസ് കണ്ടുപിടിച്ച് നല്ല നല്ല കമ്പനീസിൽ നല്ല പോർഷൻ എടുത്ത് നിക്ഷേപിക്കുക എന്നുള്ളതാണ് ഇൻവെസ്റ്റേഴ്സ് തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ബ്ലൈൻഡ്ലി ഫോളോയിങ് ടിപ്സ് ഓർ ട്രെൻഡ്സ് ഈസ് റിസ്കി. അതായത് നമ്മൾ കണ്ണുമടച്ച് പല പല ടിപ്പുകളും അല്ലെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിലും മറ്റ് ഏരിയാസിലൊക്കെ കാണുന്ന ടിപ്സുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിക്ഷേപിക്കുന്നത് വളരെ തെറ്റായിട്ടുള്ള തീരുമാനമാണ് അല്ലേ. അണ്ടർസ്റ്റാൻഡിങ് ഫണ്ടമെന്റൽസ് മിനിമൈസ് ലോസസ്. ഓരോ കമ്പനീൻ്റെയും ഫണ്ടമെന്റൽ അനാലിസിസ് ഒക്കെ കൃത്യമായിട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ കമ്പനീസിൽ നിക്ഷേപിക്കാൻ പാടുള്ളൂ അല്ലേ. ഹൈപ്പ് ഡ്രിവൺ സ്റ്റോക്സ് വിതൗട്ട് പ്രോഫിറ്റ് ഓർ ഗ്രോത്ത്. അതായത് ഇപ്പോൾ നമ്മുടെ ഹർഷത് മേത്തയുടെ ഒക്കെ കേസൊക്കെ നമ്മൾ കണ്ടതാണ് അല്ലേ. അവർ ജസ്റ്റ് ഒരു കമ്പനിയുടെ സ്റ്റോക്ക് വെറുതെ വാങ്ങിച്ചിട്ട് പ്രൈസ് കൂട്ടും, ഫണ്ടമെന്റൽ സ്ട്രോങ് അല്ല എങ്കിലും. സോ അങ്ങനെയുള്ള കേസുകളൊക്കെ നമ്മളുടെ മാർക്കറ്റിൽ സംഭവിക്കാൻ പോസിബിലിറ്റി ഉണ്ട്. സോ അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ഈ ഒരു ഹൈപ്പ് വരുന്ന ഒരു സ്റ്റോക്കിനെ കൃത്യമായിട്ട് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ഫണ്ടമെന്റൽസ് ഒക്കെ ചെക്ക് ചെയ്തതിന് ശേഷം നല്ലതാണെന്ന് തോന്നിയാൽ മാത്രമേ നിങ്ങൾ ആ കമ്പനിയിൽ നിങ്ങൾ നിക്ഷേപിക്കാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത് അല്ലേ. കമ്പനി പെർഫോമൻസ് വാല്യുവേഷൻസ് ആൻഡ് ഇൻഡസ്ട്രി ട്രെൻഡ്സ്. ഇപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഫണ്ടമെന്റൽ അനാലിസിസ് അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ആനുവൽ റിപ്പോർട്ടൊക്കെ നോക്കുമ്പം നിങ്ങൾ അതിൻ്റെ ഫൈനാൻഷ്യൽ റേഷ്യോസ് എന്നൊക്കെ പറയുന്ന പല ഘടകങ്ങളുണ്ട് അല്ലേ. ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ ഉണ്ട്, ലിക്വിഡിറ്റി റേഷ്യോ ഉണ്ട്, സോൾവൻസി റേഷ്യോ ഉണ്ട് അല്ലേ.
അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലല്ല വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ എന്നൊക്കെ പറയുന്ന വളരെ ശക്തമായിട്ട് നിങ്ങൾ കാണേണ്ട ഒരുപാട് റേഷ്യോസ് ഉണ്ട്. സോ അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അതൊക്കെ നല്ലതാണ് എന്ന് നോക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ആ കമ്പനിയിൽ നിക്ഷേപിക്കാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത് അല്ലേ. പിന്നെ കമ്പനിയുടെ റവന്യൂ ഗ്രോത്ത് അല്ലെങ്കിൽ കമ്പനിയുടെ പെർഫോമൻസ്, കമ്പനീൻ്റെ ട്രെൻഡ് അനാലിസിസ്, അല്ലെങ്കിൽ കമ്പനി ശക്തമായിട്ടുള്ള റവന്യൂ ഗ്രോത്ത് ആണോ, അല്ലെങ്കിൽ അതിൻ്റെ നെറ്റ് പ്രോഫിറ്റ് ഗ്രാജുവലി ഇംപ്രൂവ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ ഒരു കമ്പനിയിൽ നിക്ഷേപിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇപ്പം പല ആപ്പുകളുണ്ട് അല്ലെ. സ്റ്റോക്ക് സ്ക്രീനർ ഉണ്ട്, അല്ലെങ്കിൽ മണി കൺട്രോൾ ഉണ്ട്, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഫാക്ട് ഷീറ്റൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ തീർച്ചയായിട്ടും ഇതൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ സംസാരിക്കുന്നത് അഞ്ചാമത്തെ വലിയ മിസ്റ്റേക്കാണ് ഓവർലുക്കിംഗ് കോസ്റ്റ് ആൻഡ് ഫീസ്. അതായത് നമ്മളിപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന സമയത്ത് പലപ്പോഴും പല ആളുകളും അവർക്ക് ആ ഇൻവെസ്റ്റ്മെൻറ്റിനോടനുബന്ധിച്ച് വരുന്ന കോസ്റ്റുകൾ അല്ലെങ്കിൽ ചാർജുകളിനെ പറ്റിയിട്ട് എന്താ പറയുക ജാഗരൂകരായിരിക്കില്ല അല്ലേ. തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊക്കെ കൃത്യമായിട്ട് നോക്കണം. കാരണം നിങ്ങൾക്ക് ഓരോ വർഷം വരുന്ന കോസ്റ്റ് നിങ്ങൾ ഒരു 10-20 വർഷത്തേക്കൊക്കെ നിങ്ങൾ എന്താ പറയുക ആ ഒരു ചെറിയൊരു കോസ്റ്റ് ആണെങ്കിൽ കൂടി, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം എവറി ഇൻവെസ്റ്റ്മെന്റ് ഇൻവോൾവ്സ് കോസ്റ്റ്. എല്ലാ എന്താ പറയുക എല്ലാ ഇൻവെസ്റ്റ്മെന്റ് എല്ലാ നിക്ഷേപങ്ങൾക്കും കോസ്റ്റ് ഉണ്ട്, ചാർജ് ഉണ്ട് അല്ലേ. ബ്രോക്കറേജ് ഫീസ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഫണ്ട് മ്യൂച്വൽ ഫണ്ടിന്റെ കേസൊക്കെ പറയുകയാണെങ്കിൽ ആ ഫണ്ട് മാനേജ്മെന്റ് നടത്തുന്ന ആളുകൾക്ക് നമ്മളൊരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ചാർജോ അല്ലെങ്കിൽ നികുതിയൊക്കെ കൊടുക്കേണ്ടി വരും. സോ അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നികുതി നമ്മൾ ഇൻ ദ കേസ് ഗവൺമെന്റിനൊക്കെ കൂടുതലായിട്ടും നികുതി കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ ഹൈ ഫീസ് ക്യാൻ കോമ്പൗണ്ട് ഓവർ ടൈം. അതായത് നമ്മൾ കോമ്പൗണ്ടിങ് എഫക്റ്റിനെ പറ്റിയിട്ട് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അല്ലേ. ഈ കോമ്പൗണ്ടിങ് എഫക്റ്റ് എന്ന് പറയുന്നത് നല്ല ഭാഗത്തും സംഭവിക്കും, അതുപോലെ തന്നെ മോശം ഭാഗത്തും സംഭവിക്കും. ഇപ്പോൾ മോശം ഭാഗത്ത് സംഭവിക്കുകയാണ് ഈ ചാർജൊക്കെ വരുന്നതിലൂടെ സംഭവിക്കുന്നത് അല്ലെ. റിട്ടേൺസിന്റെ കേസിൽ കോമ്പൗണ്ടിങ് ശക്തമായിട്ട് കൂടി നമുക്ക് നല്ലൊരു റിട്ടേൺസ് എൻഡ് സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് കിട്ടും. അപ്പോൾ ചാർജിന്റെ കേസ് എന്ന് പറയുമ്പോൾ അതെന്താ, അത് നെഗറ്റീവ്ലി ആണ് നമ്മളുടെ കോമ്പൗണ്ടിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ എടുത്ത് പറയുകയാണെങ്കിൽ 2% നമ്മൾ ആനുവലി ഫണ്ട് മാനേജ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുകയാണെന്ന് വിചാരിച്ചോ. ഓക്കെ, അപ്പോൾ നമ്മളൊരു 30 വർഷം കഴിയുമ്പം ഈ 2% ഓരോ വർഷവും നമ്മൾ ചാർജ് അല്ലെങ്കിൽ എന്താ പറയുക എക്സ്പെൻസ് ആയിട്ട് കൊടുക്കുന്നത് നമ്മളൊരു 30 വർഷം കഴിയുമ്പോൾ അത് ടോട്ടലി 40% ഓഫ് യുവർ വെൽത്ത് ആയിരിക്കും. സോ അതൊക്കെ നിങ്ങൾക്ക് ഇറോഡായിട്ട് പോകും. സോ അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയിട്ട് വേണം നിങ്ങൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ലോ കോസ്റ്റ് ഓപ്ഷൻസ് ഉണ്ട് അല്ലേ, ETFs ഉണ്ട്, അല്ലെങ്കിൽ ഇൻഡെക്സ് ഫണ്ട് ഉണ്ട്, അങ്ങനെ നല്ല നല്ല കമ്പനീസ് ഉണ്ട്, അല്ലെങ്കിൽ നല്ല എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്, അല്ലെങ്കിൽ നല്ല ഇൻഡെക്സ് ഫണ്ട്, അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ്പെൻസ് റേഷ്യോ കുറഞ്ഞിട്ടുള്ള പല എന്താ പറയുക മ്യൂച്വൽ ഫണ്ടുകളൊക്കെ ഉണ്ട്. സോ അതൊക്കെ സെലക്ട് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിപ്പം ജസ്റ്റ് നമ്മളൊരു പരീഖ് ഫ്ലെക്സി ക്യാപ്പ് എന്ന് പറയുന്ന ഒരു ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്ത് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു കേസാണ് നമ്മളിവിടെ പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എക്സ്പെൻസ് റേഷ്യോ കമ്പാരിറ്റീവ്ലി പല എന്താ പറയുക ഇൻവെസ്റ്റ്മെന്റ് അവന്യൂവിനെ സംബന്ധിച്ചെടുത്ത് നോക്കുമ്പോൾ വളരെ കുറവാണ് അല്ലേ. 0.63% ഉള്ളൂ. അതുപോലെ തന്നെ ഇവർ കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട് ഫോർ യൂണിറ്റ്സ് അബൌട്ട് 10% ഓഫ് ദ ഇൻവെസ്റ്റ്മെന്റ് എക്സിറ്റ് ലോഡ്സ് ഓഫ് 2% if redeemed within 365 days and 1% if redeemed after 365 days but no or before 730 days. അതായത് ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾ പിൻവലിക്കുകയാണെങ്കിൽ എന്താ പറയുക 10% എബോവ് ആണെങ്കിൽ എക്സിറ്റ് ലോഡ് നിങ്ങൾ 2% കൊടുക്കേണ്ടി വരുന്നല്ലേ. അതായത് ഇവിടെ ഇവർ ഫോക്കസ് ചെയ്യുന്നത് എന്താണ്, നിങ്ങൾ ഈ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നുണ്ടെങ്കിൽ ദീർഘകാല അടിസ്ഥാനത്തിൽ മാത്രമേ നിക്ഷേപിക്കാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. അങ്ങനെ നിക്ഷേപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചാർജ് കുറച്ച് കൊടുത്താൽ മതി എന്നാണ് പറയുന്നത്. ആറാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മിസ്റ്റേക്കാണ് ഇമോഷണൽ ഡിസിഷൻ മേക്കിംഗ്. അതായത് ഒരു ഇമോഷൻ വരുന്ന ഒരു ടൈം പീരീഡിൽ മാർക്കറ്റിനെ ശക്തമായിട്ടും അഫക്റ്റ് ചെയ്യും അല്ലെ. ഒരുപാട് ആളുകളുടെ ഇമോഷനാണ് അല്ലെങ്കിൽ വികാരമാണ് അവിടെ വർക്കാവുന്നത്. പാനിക് ഡ്യൂറിങ് മാർക്കറ്റ് ക്രാഷസ് ലീഡ്സ് ടു അൺനെസസറി ലോസസ്. നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് നമുക്കിപ്പോൾ റീസെൻ്റ് ആയിട്ട് നടന്ന ആ ഒരു COVID-19 ക്രാഷൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടും മനസ്സിലാവും അല്ലേ. അതായത് ഒരു COVID-19 അതായത് 2019, 2020, 2021 കാലഘട്ടങ്ങളിലൊക്കെ ശക്തമായിട്ടുള്ളൊരു മാർക്കറ്റ് വീഴ്ച കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഒരുപാട് ആളുകൾ അവരുടെ കമ്പനിയുടെ സ്റ്റോക്കും മ്യൂച്വൽ ഫണ്ടും ഒക്കെ വിറ്റ് അഴിക്കുകയാണ് ചെയ്തത്. സോ അപ്പോൾ നിങ്ങൾ എന്താ പറയുക ഒരു 2 വർഷം കഴിഞ്ഞിട്ട്, അതായത് 2021 കഴിഞ്ഞ് 2022, 2023 ഒക്കെ ആവുന്നൊരു ടൈം പീരീഡ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും ആ ഒരു ക്രാഷ് നടന്നതിൻ്റെ എത്രയോ എക്സ്പോണൻഷ്യൽ ആയിട്ടാണ് മാർക്കറ്റ് പിന്നീട് ഗ്രോ ചെയ്തതെന്ന്. സോ ആ ഒരു ടൈം പീരീഡിലൊക്കെ നിങ്ങളുടെ സ്റ്റോക്ക് അക്യുമുലേറ്റ് ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു വെൽത്ത് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുമായിരുന്നു അല്ലേ. അപ്പോൾ ഇമോഷണലായിട്ട് നിങ്ങൾ യാതൊരു കാരണവശാലും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പം ഡിസിഷൻ എടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഗ്രീഡ് ഡ്യൂറിംഗ് ബുൾസ് ക്യാൻ ലീഡ് ടു ഓവർ എക്സ്പോഷർ. ഇമോഷൻസ് ഓഫൺ ക്ലൗഡ് ജഡ്ജ്മെന്റ് ആൻഡ് ഡിറൈവ് സ്ട്രാറ്റജീസ്.
സ്റ്റേ ഡിസിപ്ലിൻഡ് ആൻഡ് സ്റ്റിക്ക് ടു യുവർ പ്ലാൻ. നിങ്ങളുടെ പ്ലാൻ എന്താണോ, അല്ലെങ്കിൽ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ നിക്ഷേപിക്കുന്നത്, ദീർഘകാലത്ത് എത്ര വർഷത്തേക്ക് വേണ്ടിയിട്ടാണോ നിക്ഷേപിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യം നിങ്ങൾ ഒരു പാനിക് സെല്ലിങ്ങിൻ്റെ ടൈമിൽ പോലും നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വീണ്ടും വീണ്ടും നല്ല നല്ല കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നുള്ള കാര്യമാണ് ഇവിടെ ഫോക്കസ് ചെയ്ത് പറഞ്ഞത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏഴാമത്തെ ഒരു മിസ്റ്റേക്ക് ആണ് നോട്ട് റിവ്യൂയിങ് യുവർ പോർട്ട്ഫോളിയോ റെഗുലർലി. തീർച്ചയായിട്ടും നിങ്ങളുടെ പോർട്ട്ഫോളിയോ നിങ്ങൾ റെഗുലറായിട്ട് ചെക്ക് ചെയ്യേണ്ടത് അനിവാര്യമാണ് അല്ലേ. മാർക്കറ്റ് കണ്ടീഷൻസ് ആൻഡ് പേഴ്സണൽ ഗോൾസ് ചേഞ്ച് ഓവർ ടൈം. വിതൗട്ട് റെഗുലർ റിവ്യൂസ് യുവർ പോർട്ട്ഫോളിയോ മൈറ്റ് ഡ്രിഫ്റ്റ് അവേ ഫ്രം ഇൻറ്റൻഡഡ് അലോക്കേഷൻസ്. റീബാലൻസിങ് എൻഷുർ ദാറ്റ് യുവർ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റേ അലൈൻഡ് വിത്ത് യുവർ റിസ്ക് അപ്പറ്റൈറ്റ്. പോർട്ട്ഫോളിയോ ക്യാൻ ഡ്രിഫ്റ്റ് ഡ്യൂ ടു മാർക്കറ്റ് ഫ്ലക്ച്വേഷൻസ്. പല മാർക്കറ്റ് ഫ്ലക്ച്വേഷൻസ് നടക്കുന്നത് വഴി നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഡ്രിഫ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട് അല്ലേ. തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കെപ്റ്റ് ഓൺ ഹോൾഡ് ചെയ്ത് പിടിക്കാൻ വേണ്ടിയിട്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഒരു പോർട്ട്ഫോളിയോ സ്റ്റാർട്ടിങ് 60% ഇക്വിറ്റി ആൻഡ് 40% ഡെപ്റ്റ് മേ ബിക്കം 80% ഇക്വിറ്റി ഡ്യൂ ടു മാർക്കറ്റ് ഗ്രോത്ത്. അതായത് നിങ്ങൾ ഇനീഷ്യലി ഒരു 60% നിങ്ങളുടെ ടോട്ടൽ കോർപ്പസ് നിങ്ങൾ ഇക്വിറ്റിയിലും അതുപോലെ തന്നെ 40% നിങ്ങൾ ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റിലും ഇൻവെസ്റ്റ് ചെയ്തെന്ന് കരുതുക. അപ്പോൾ ഒരു കുറച്ച് കഴിയുമ്പോൾ നല്ല മാർക്കറ്റ് ഗ്രോത്ത് ഒക്കെ വന്നു കഴിയുമ്പം ഈ 60% ഇക്വിറ്റിയിലുള്ള നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ചിലപ്പോൾ അത് 80% ഒക്കെ പോയേക്കാം. കാരണം മാർക്കറ്റിന്റെ ഒരു ഗ്രോത്ത് കൊണ്ട് അല്ലെങ്കിൽ മാർക്കറ്റ് തന്നൊരു റിട്ടേൺസ് കൊണ്ട്. സോ ആ ഒരു ടൈം പീരീഡിൽ നിങ്ങൾ അതിനെ വീണ്ടും നിങ്ങൾ ആ ഒരു റീബാലൻസിങ് നടത്തണം. 60% ഇക്വിറ്റി ആക്കിയിട്ട് ബാക്കിയുള്ള 40% നിങ്ങൾ ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റിൽ കൊടുക്കുന്ന വിധത്തിൽ വീണ്ടും ആക്കണം. സോ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ദീർഘകാലാടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഒരു എന്താ പറയുക ഒരുപാട് വലിയ റിസ്ക് ഇല്ലാതെ നിങ്ങൾക്ക് റിട്ടേൺസ് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ അല്ലേ. ഷെഡ്യൂൾ റിവ്യൂസ് ആനുവലി ഓർ വെൻ മേജർ ലൈഫ് ഇവൻറ്റ്സ്, മാരേജ്, ജോബ് ചേഞ്ച് ഒക്കെ. അതായത് നിങ്ങൾക്ക് ഒന്നിക്കൽ വർഷാവർഷം നോക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ മേജർ ലൈഫ് ഇവൻറ്റ്സ് മാരേജ് ഒക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ജോബ് ചേഞ്ച് ആകുമ്പോൾ, നിങ്ങളുടെ ജോലി ചേഞ്ച് ആകുമ്പോൾ ഒക്കെ നിങ്ങൾക്ക് ഇതൊക്കെ നോക്കിയിട്ട് കൃത്യമായിട്ട് റീബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അവസാനത്തെയും എട്ടാമത്തെയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മിസ്റ്റേക്കാണ്. പലരും ഇത് ഇപ്പോഴും ചെയ്യുന്നില്ല എന്ന് പറയുന്നതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അല്ലേ. പണപ്പെരുപ്പത്തെ ഇപ്പോഴും പലരും മനസ്സിലാക്കുന്നില്ല. ഇപ്പം നമ്മളുടെ വയസ്സായ ഒരുപാട് ആളുകൾ, അല്ലെങ്കിൽ നമ്മളുടെ റിലേറ്റീവ്സ് ആയാലും നമ്മളുടെ ഫ്രണ്ട്സ് ആയാലും പലരും ഇപ്പോഴും ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസിനെ കൂടുതലായിട്ടും ഡിപ്പെൻഡ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ഒരുപാട് പേര് ഫിക്സഡ് ഡെപ്പോസിറ്റ്, ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുന്നുണ്ട്. അത് പലപ്പോഴും ഇവർ മനസ്സിലാക്കുന്നില്ല. ഓരോ വർഷവും നമുക്ക് 6% എബോവ് ആണ് ഇൻഫ്ലേഷൻ ഇന്ത്യയിലൊക്കെ സംഭവിക്കുന്നത്. സോ അതിനെക്കാട്ടും ബീറ്റ് ചെയ്തിട്ടുള്ള ഒരു നല്ല റിട്ടേൺസ് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നല്ല ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അത് ബാലൻസ് ചെയ്തിട്ട് ഇപ്പം 11% 12% ഒക്കെ റിട്ടേൺ കൊടുക്കുന്ന പല ബോണ്ടുകളും മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. സോ അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് കണ്ടുപിടിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഫിക്സഡ് റിട്ടേൺസ് ഓഫൻ ഡോണ്ട് കീപ്പ് അപ്പ് വിത്ത് റൈസിംഗ് കോസ്റ്റ്. എക്സാമ്പിൾ 10,000 സേവ്ഡ് ടുഡേ കുഡ് ലോസ് പർച്ചേസിംഗ് പവർ ഇൻ 10 years. അത് നിങ്ങളിപ്പോൾ ഒരു 10,000 രൂപ ഇപ്പോൾ സേവ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പർച്ചേസ് പവർ 10 വർഷം കഴിയുമ്പം വളരെ ശക്തമായിട്ട് കുറയും എന്നുള്ള കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് തന്നെയാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് അല്ലേ. ഇൻഫ്ലേഷൻ റെഡ്യൂസസ് ദ പർച്ചേസിംഗ് പവർ ഓഫ് മണി. ഫിക്സഡ് റിട്ടേൺ ഇൻവെസ്റ്റ്മെന്റ് ലൈക്ക് FDs ഓഫൺ ഫെയിൽ ടു ഔട്ട്പേസ് ഇൻഫ്ലേഷൻ, ലീഡിംഗ് ടു എ ലോസ് ഇൻ റിയൽ വെൽത്ത്. ഇൻവെസ്റ്റിംഗ് ഇൻ ഇക്വിറ്റി ഓർ റിയൽ എസ്റ്റേറ്റ് ക്യാൻ ഹെൽപ്പ് ബീറ്റ് ഇൻഫ്ലേഷൻ ഇൻ ദ ലോങ് റൺ. അതായത് ലോങ് റണ്ണിൽ അല്ലെങ്കിൽ ദീർഘകാല അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഇൻഫ്ലേഷനൊക്കെ ബീറ്റ് ചെയ്ത് നല്ല റിട്ടേൺസ് ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റിന്, അതുപോലെ തന്നെ നല്ല റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടീസിലുള്ള നിക്ഷേപവുമാണ് നിങ്ങൾ കൂടുതലായിട്ടും നോക്കേണ്ടത് അല്ലേ. അഡീഷണൽ ആയിട്ട് കുറച്ച് ഇൻസൈറ്റ്സ് പറയുകയാണെങ്കിൽ ഇപ്പം റിയൽ റിട്ടേൺ ഈസ് ഈക്വൽ ടു നോമിനൽ റിട്ടേൺ മൈനസ് ഇൻഫ്ലേഷൻ റേറ്റ് ആണ് അല്ലേ. എക്സാമ്പിൾ ഒരു 6% FD റിട്ടേൺ വിത്ത് 5% ഇൻഫ്ലേഷൻ ഗീവ്സ് ഓൺലി 1% റിയൽ റിട്ടേൺ. അത് നമ്മളിപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നിങ്ങളിപ്പം 2025 ജനുവരി 1 നിങ്ങൾ ഒരു FD ഇപ്പം ഒരു കനറ ബാങ്കിൽ നിങ്ങൾ ഒരു FD എടുത്തു, അതിൽ 6% റിട്ടേൺ ആണ് ഒരു വർഷം കൊടുക്കുന്നതെന്ന് കരുതുക. അപ്പോൾ അതിൻ്റെ ഒരു വർഷം അവസാനമാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നു, അല്ലെങ്കിൽ RBI ഗവർണർ ഒക്കെ വന്ന് പറയുന്നു ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ റേറ്റ് 5% ആണ് എന്ന് പറയുന്നു അല്ലേ. അപ്പോൾ ആക്ച്വലി നിങ്ങൾ അവിടെ എന്താണ് ഉണ്ടാക്കിയത്? ആ 6% റിട്ടേൺ മൈനസ് 5% ഇൻഫ്ലേഷൻ ഈക്വൽ ടു 1% റിയൽ ആയിട്ടുള്ള റിട്ടേൺ നിങ്ങൾ അവിടെ മേക്ക് ചെയ്തിട്ടുള്ളൂ. സോ അത്ര ചെറിയ റിട്ടേണിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ നിങ്ങളുടെ പണം നിക്ഷേപിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു അല്ലേ. അതാണ് നമ്മളിവിടെ പറഞ്ഞത്. ഈ ഹിസ്റ്റോറിക്കൽ ഡാറ്റ ഷോസ് ഇക്വിറ്റി മാർക്കറ്റ്സ് പ്രൊവൈഡ് 10 to 12% റിട്ടേൺസ് ആനുവലി ഫാർ എക്സീഡിങ് ആവറേജ് ഇൻഫ്ലേഷൻ. അതായത് ചരിത്രപരമായിട്ടുള്ള ഡാറ്റ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും നിഫ്റ്റിയുടെ റിട്ടേൺ, അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർ മാർക്കറ്റ് ഇന്ത്യ പ്രത്യേകിച്ച് സ്പെസിഫൈഡ് പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ഇക്വിറ്റി മാർക്കറ്റിലെ നിക്ഷേപമാണ്
ശക്തമായിട്ടും ഇൻഫ്ലേഷനെ ഔട്ട് പേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ മറികടക്കുന്ന റിട്ടേൺ ഇതുവരെ കൊടുത്തിട്ടുള്ളത്. 10-12% ആനുവൽ റിട്ടേൺ ആണ് ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അല്ലേ. ഇൻഫ്ലേഷൻ ബീറ്റിംഗ് ഇൻവെസ്റ്റ്മെന്റ് പ്രൊട്ടക്ട് യുവർ വെൽത്ത്. ആക്ഷൻ ടിപ്സ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ് ഇൻ ഇക്വിറ്റീസ് ഓർ റിയൽ എസ്റ്റേറ്റ് ഫോർ ഹയർ ലോങ് ടേം റിട്ടേൺസ്. അതായത് ഇക്വിറ്റീസിൽ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റിൽ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഇതിൽ നിങ്ങൾക്ക് ഇൻഫ്ലേഷനിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, നമ്മൾ ഫൈനലി കൺക്ലൂഷൻ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചുരുക്കി പറയുകയാണ്. അവോയ്ഡിങ് ദി സൈഡ് മിസ്റ്റേക്സ് എൻഷുവർ സ്റ്റഡി വെൽത്ത് ഗ്രോത്ത്. അതായത് നമ്മൾ ഈ പറഞ്ഞ ഈ 8 കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് എങ്കിൽ ഈ 8 കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് രീതിയിൽ നിന്ന് നിങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല വെൽത്ത് ഗ്രോത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രോത്ത് നിങ്ങൾക്ക് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ തീർച്ചയായിട്ടും നിങ്ങൾ ഈ 8 കാര്യങ്ങൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒഴിവാക്കണം എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ സംസാരിച്ചത്. ഫോക്കസ് ഓൺ ലേണിംഗ്, പേഷ്യൻസ് ആൻഡ് ഡിസിപ്ലിൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. പഠിക്കാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക അല്ലെ. മാർക്കറ്റിൻ്റെ ഒരു ചേഞ്ചിങ് അല്ലെങ്കിൽ ഒരു എവല്യൂഷനൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ChatGPT ഒക്കെ വരവോട് കൂടി ഇൻവെസ്റ്റ്മെൻ്റ് ആയാലും അല്ലെങ്കിൽ ട്രേഡിംഗ് ഫീൽഡൊക്കെ ആയാലും പല രീതിക്കുള്ള ഒരു ഇന്നോവേറ്റീവ് ടെക്നോളജി ഒക്കെ വന്നിട്ടുണ്ട്. സോ നിങ്ങൾ അതൊക്കെ കൃത്യമായിട്ട് അറിയുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഫോക്കസ് ഒക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ടും മാറ്റിയിട്ട് നിങ്ങളുടെ റിട്ടേൺസ് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ ക്ഷമ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ അച്ചടക്കത്തോടു കൂടി നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഫോളോ ചെയ്യുക. കീ ടേക്ക് അവേ: ഇൻവെസ്റ്റിംഗ് സക്സസ് ഈസ് ഈക്വൽ ടു അവോയ്ഡിങ് എറേഴ്സ് പ്ലസ് ലോങ് ടേം തിങ്കിങ്. അതായത് ഇൻവെസ്റ്റിങ്ങിൽ നിങ്ങൾക്ക് വിജയിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കുറേ കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഒരു ദീർഘകാല അടിസ്ഥാനത്തിൽ ചിന്തിക്കുന്ന ഒരാളായിട്ട് വേണം നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഫൈനലി എത്തിയിട്ടുണ്ട് അല്ലേ. റിസ്ക് കം ഫ്രം നോട്ട് നോയിങ് വാട്ട് യു ആർ ഡൂയിങ്. ആ റിസ്ക് എന്ന് പറയുന്നത് നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ അറിയാതെ നിങ്ങൾ ചെയ്യുന്നതാണ് റിസ്ക് എന്ന് പറയുന്നത് അല്ലേ. റിസ്ക് കംസ് ഫ്രം നോട്ട് നോയിങ് വാട്ട് യു ആർ ഡൂയിങ്. വാറൻ ബഫറ്റ് എന്ന് പറയുന്ന വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു ഇൻവെസ്റ്റർ പറഞ്ഞിട്ടുള്ള ഒരു വരിയാണ്. ഓക്കെ, അപ്പം വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നിങ്ങൾ ട്രേഡിംഗ് അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നത് പരിഗണിക്കാവുന്നതാണ്. ഓക്കെ, അപ്പം വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.